ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പില്ലോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലോത്തിൻ്റെ സിമുലേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതേപോലെ ക്ലോത്ത് എങ്ങനെയാണ്, അതിൻ്റെ മോഡിഫയർ എന്താണ്, ക്ലോത്ത് മോഡിഫയർ എന്താണ്, അതിൻ്റെ സിമുലേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് അതേ ക്ലോത്ത് മോഡിഫയർ വെച്ചുകൊണ്ട് നമ്മളൊരു പില്ലോ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, പില്ലോസ് നമ്മൾ മോഡൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് മോഡൽ ചെയ്തെടുക്കാം. ഓക്കെ, പല രീതിയിൽ എന്ന് വെച്ചാൽ ചാംഫർ ബോക്സ് വെച്ചിട്ട് മോഡൽ ചെയ്തെടുക്കാം, ബോക്സ് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് മോഡൽ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബോക്സ് വെച്ചിട്ട് ക്ലോത്ത് മോഡിഫയറും വെച്ചിട്ടുള്ള ഒരു പില്ലോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പെർസ്പെക്റ്റീവ് വ്യൂവിൽ ഒരു ബോക്സ് വരച്ചു. അതിൻ്റെ എമൗണ്ട് ഞാൻ കറക്റ്റ് സ്ക്വയർ കൊടുക്കുകയാണ്, ലെങ്ത്തും വിഡ്ത്തും കറക്റ്റ് സ്ക്വയർ ആയിട്ട് കൊടുക്കുകയാണ്. ഒരു 50x50 കൊടുക്കുകയാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം കുറച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഹൈറ്റ് ഞാനൊരു 0.2 മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതേപോലെ 0.2 മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ക്ലോത്ത് മോഡിഫയർ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സെഗ്മെൻറ്റ്സ് കൂട്ടി കൊടുക്കുകയാണ്. നമുക്കിവിടെ കാണുന്നില്ല, F4 പ്രസ് ചെയ്താൽ മാത്രമേ നമ്മൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട അളവിൽ ഞാനൊരു 50, ഓക്കെ, ഒരു 60 കൊടുക്കാം. അതേപോലെ എടുത്ത സെഗ്മെൻറ്റ്സ് ഞാനൊരു 60 കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളെ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, ഹൈറ്റ് സെഗ്മെൻറ്റ്സ് കൊടുക്കണമെന്നില്ല, ഞാൻ 1-2 കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ഹൈറ്റ് സെഗ്മെൻറ്റ്സ് ഇതേപോലെ ഞാൻ 1 കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത പോലെ മോഡിഫയർ ലിസ്റ്റിൽ ക്ലോത്ത് എടുക്കുക. ക്ലോത്തിൽ നമ്മൾ ഇതും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പോൾ നമ്മൾ ഏതാണ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ആ ഒബ്ജക്റ്റ് ഇവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലോത്ത് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലോത്ത് പ്രോപ്പർട്ടീസിൽ നമുക്ക് ഏതാണോ വേണ്ടത്, ഓക്കെ, അതിൽ കോട്ടണാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, കോട്ടൺ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ പുതിയൊരു ഓപ്ഷനാണ് പ്രഷർ എന്ന് പറയും. ഓക്കെ, ആ പ്രഷർ എമൗണ്ട് ഞാനൊരു 15 കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുക്കുക. നമുക്കിവിടെ കൊളീഷനും ആഡ് ഒബ്ജക്റ്റ് ഒന്നും കൊടുക്കാനില്ല, കാരണം ഒന്നിൻ്റെ മുകളിൽ നമുക്കത് സിമുലേറ്റ് ആവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ കൊളീഷനും വേറെ ആഡ് ഒബ്ജക്റ്റും കാര്യങ്ങളൊന്നും കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്ത പോലെ കൊടുക്കുന്നില്ല. ജസ്റ്റ് ക്ലോത്ത് ടിക്ക് ചെയ്തു, പ്രീസെറ്റിൽ കോട്ടൺ കൊടുത്തു, പ്രഷർ എമൗണ്ട് 15 കൊടുത്തു. ഓക്കെ, ഇത്ര നമ്മൾ കൊടുക്കുന്നുള്ളൂ. കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴോട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ F4 പ്രസ് ചെയ്ത് അതിൻ്റെ വയർ ഫ്രെയിം കളയുകയാണ്. എന്നിട്ട് സിമുലേറ്റ് ലോക്കൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് നേരെ ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. ഓക്കെ, താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, ഗ്രിഡ് ലൈൻസ് നോക്കിയാൽ മനസ്സിലാവും, താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതേപോലെയാണ്, പില്ലോ ആയിട്ടുണ്ട്, പക്ഷേ നമ്മൾ താഴോട്ട് വീണു പോവാണ്. അപ്പോൾ അതിൻ്റെ സിമുലേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനുള്ള ഓപ്ഷൻ കൊണ്ട് കാണിച്ചു തരാം. ഇപ്പോൾ ചെയ്ത് തന്നെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ക്ലോത്ത്, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, ബോക്സ്, കോട്ടൺ. ഓക്കെ, പ്രഷർ എമൗണ്ട് 15, ഓക്കെ കൊടുത്തു. ഇനി സിമുലേറ്റ് ലോക്കൽ കൊടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സിമുലേഷൻ പാരാമീറ്റേഴ്സ് എന്നിട്ടുള്ള റോളൗട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഗ്രാവിറ്റി എന്നുള്ള ഓഫ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സിമുലേറ്റ് ലോക്കൽ പ്രസ് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യുക, അവിടെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഇതേപോലെ ആ ഒരു താഴോട്ടൊന്നും മൂവ് ആവുന്നില്ല. നമുക്ക് ഇതേപോലെ എന്താ പറയുക, ഒരു അപ്പം ചുടുന്ന പോലെയൊക്കെ ആ ഒരു സംഭവം നമുക്കിങ്ങനെ സിമുലേറ്റ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആവശ്യമുള്ളിടത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സിമുലേറ്റ് ലോക്കൽ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എത്തി, എനിക്ക് ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു ബോക്സാണ് നമ്മൾ ക്ലോത്ത് മോഡിഫയർ കൊണ്ട് ഈ ഒരു ലെവലിൽ ആക്കിയെടുത്തത്. ഓക്കെ, എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ആ പ്രഷർ 15 കൊടുത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ ആ എമൗണ്ട് നമുക്ക് ഇതേപോലെ ഇൻക്രീസ് ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഇതിനെ, അപ്പോൾ പില്ലോൻ്റെ ഒരു ഏകദേശം മോഡലായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പില്ലോസിൻ്റെ ഒരു പില്ലോ കവറിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഈ സൈഡിലൂടെ ഈ ഒരു ലൈനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റിച്ചിൻ്റെ ലൈൻസൊക്കെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് ഉഷാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ട ഇതേപോലെ ഈ കോർണറിലെല്ലാം എല്ലാ കോർണറും ഇതേപോലെ കുറച്ച് ഷാർപ്പായിട്ടേക്കുണ്ട്, ഷാർപ്പ് എഡ്ജായിട്ടുണ്ട്. നമ്മൾ ടോപ്പ് വ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുണ്ടോ ഷാർപ്പായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ എനിക്കൊന്ന് ഉള്ളിലേക്ക് അക്യൂഷറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡിഫയർ ലിസ്റ്റിൽ നമ്മൾ പഠിച്ചതാണ് എഡിറ്റ് പോളി എന്ന് പറഞ്ഞ മോഡിഫയർ. ഓക്കെ, എഡിറ്റ് പോളി എടുത്തു. എഡിറ്റ് പോളിയിൽ വട്ടക്സ് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാ വട്ടക്സ് നമുക്ക് വിസിബിൾ ആവുന്നുണ്ട്. എന്നിട്ട് ഈ കോർണറിലുള്ള വട്ടക്സ് സെലക്ട് ചെയ്തു, മൂവ് ടൂൾ എടുത്തു. എന്നിട്ട് കുറച്ച് ഉള്ളിലേക്ക് ഇതേപോലെ ഏകദേശം ഒരു അത്ര ഷാർപ്പല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ വെച്ചു. എല്ലാ കോർണറും അതേപോലെ ചെയ്യാം. ഇവിടെ ഞാൻ അതേപോലെ ഷാർപ്പ് എഡ്ജ് കുറച്ചൊന്ന് ഉള്ളിലേക്കാക്കി എടുക്കുകയാണ്. ഇവിടെ അത് തന്നെ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ ആ എഡ്ജുകളൊക്കെ ഒന്ന് ഉള്ളിലേക്കാക്കിയിട്ട് മൂവ് ചെയ്തിട്ട് ചെയ്തെടുത്തു. ഇനി വെർട്ടെക്സ് ഓഫ് ചെയ്യാം. വെർട്ടെക്സ് ഓഫ് ചെയ്തതിന് ശേഷം F4 പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിതിവിടെ ഇതിന് ലൈൻസ് എല്ലാം കാണാൻ പറ്റും അല്ലേ. ഇനി നമ്മൾ സെഗ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ ഹൈറ്റ് സെഗ്മെൻറ്റ്സ് 1 കൊടുത്തില്ലായിരുന്നു, അതാണ് ഈ സെൻറ്ററിലൂടെ കാണുന്ന ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എഡ്ജ് സെലക്ട് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ ലൈൻസ്, ഈ ലൈനിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ എഡ്ജ് സെലക്ട് ചെയ്യാം. എഡ്ജ് സെലക്ട് ചെയ്തിട്ട് ഈ സെൻറ്ററിലെ എഡ്ജ് സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് ഈ എഡ്ജ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് കിട്ടണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഓരോരോ എഡ്ജ് ഇതേപോലെ സെലക്ട് ചെയ്ത് പോകണം. അപ്പോൾ ഇതുവരെ തിരിച്ച് ചുറ്റിയത് അതിൻ്റെ ചുറ്റുള്ളതെല്ലാം സെലക്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്ക് ഒരു ടൈം ആവും. അപ്പോൾ അതിനുള്ളൊരു വഴിയാണ്, അങ്ങനെ അറൗണ്ടായിട്ടുള്ള ഒരേ ലൈൻസിൽ തന്നെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മളെന്ത് ചെയ്യാം, ഒരു എഡ്ജ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ലൂപ്പ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റിൻ്റെ ആ അറൗണ്ടായിട്ടുള്ള നമ്മൾ എഡ്ജ് സെലക്ട് ചെയ്ത് ആ ഒരു കറക്റ്റ് ലൈനിൽ വരുന്ന എല്ലാ എഡ്ജും ഇതേപോലെ സെലക്ട് ആയി കിട്ടും. ഓക്കെ, ഇനി ഈ എഡ്ജിനെ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യണം, ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രൂഡിൻ്റെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രൂഷൻ ഹൈറ്റ് എന്നുണ്ട് അല്ലേ, അത് ഞാനൊരു മൈനസ്, ഇപ്പോൾ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതേപോലെ എക്സ്ട്രൂഡ് ആവും. ഓക്കെ, ഇതേപോലെ നമുക്ക് എക്സ്ട്രൂഡായി കിട്ടും. കണ്ടോ, ഇതേപോലെ നമുക്ക് എക്സ്ട്രൂഡായി കിട്ടും. എനിക്ക് സ്റ്റിച്ചിൻ്റെ ലൈൻസ് ഉള്ളിലോട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനതിന് മൈനസ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു -1.5 കൊടുത്തു. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്നും വിസിബിൾ ആവില്ല കാരണം ഉള്ളിലേക്കാണത് ആയത്. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ഈ എഡ്ജിനെ ഓഫ് ചെയ്യാം. അപ്പോൾ F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഓക്കെ, നമ്മൾ 1.5 കൊടുത്തത് ഇവിടെ എക്സ്ട്രൂഡായി കാണുന്നുണ്ട് ടോപ്പ് വ്യൂവിലൊക്കെ. അപ്പോൾ ഇനി അതിൻ്റെ ആ ഒരു എഫക്റ്റ് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് സ്മൂത്ത് ആക്കുകയാണ് ഞാൻ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഷ് സ്മൂത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മോഡിഫയർ ലിസ്റ്റിൽ ഉള്ള ഒരു സ്മൂത്തിൻ്റെ വേറൊരു സംഭവമാണ് ടർബോ സ്മൂത്ത് എന്ന് പറയും. ഓക്കെ, ടർബോ സ്മൂത്ത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, അപ്പോൾ എന്തായി, അതൊന്ന് സ്മൂത്തായി കഴിഞ്ഞപ്പോൾ ആ ഒബ്ജക്റ്റ് ഒന്ന് സ്മൂത്തായപ്പോൾ നമുക്ക് ആ കൊടുത്ത ഇപ്പോൾ 1.5 ഉള്ളിലേക്ക് കൊടുത്തു അല്ലേ, ആ ഒരു സംഭവം നമുക്ക് ഇവിടെ ഇതേപോലെ ഒരു സ്റ്റിച്ചിൻ്റെ ലൈൻസ് പോലെ നമുക്ക് ഇതേപോലെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ട് നമ്മൾ പില്ലോ. ഇനി ഇതിനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇതിനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പി കൊടുക്കുമ്പോൾ ഉണ്ടോ തിരിച്ച് പഴയ ബോക്സായിട്ട് അത് വരും. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കോപ്പി എടുക്കുന്ന സമയത്ത് ഇൻസ്റ്റൻസ് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്തായി, നമുക്ക് ഇതിൻ്റെ അതേ ഇൻസ്റ്റൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ അതിനും വരും. അപ്പോൾ ഇൻസ്റ്റൻസ് കൊടുക്കുക. ഇനി അത് വേണ്ട കോപ്പി കൊടുക്കണം, വേറെ ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ വേറെ പില്ലോസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഒരു എഡിറ്റബിൾ പോളിയാക്കുക. നമ്മൾ എഡിറ്റബിൾ പോളിയുടെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഈ ഒബ്ജക്റ്റിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കൺവേർട്ട് ടു എന്നുണ്ടാവും. കൺവേർട്ട് ടു എഡിറ്റബിൾ മെഷ്, എഡിറ്റബിൾ പോളി. നമ്മൾ എഡിറ്റബിൾ പോളിയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ എഡിറ്റബിൾ പോളി കൊടുത്താൽ ഈ ഒബ്ജക്റ്റ് ഒരു എഡിറ്റബിൾ പോളി ഒബ്ജക്റ്റ് ആവും.
ഓക്കെ. അവിടെ പിന്നെ നമുക്ക് ബോക്സ് കാണാൻ പറ്റില്ല, ക്ലോത്ത് കാണാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുണ്ടോ, ഇത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എഡിറ്റബിൾ പൂളിയാക്കി. ഇനി തിരിച്ച് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി എനിക്ക് കോപ്പി കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല. ഇതൊരു ഒബ്ജക്റ്റ്, ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റാണത്. ഓക്കെ, ഒബ്ജക്റ്റായി മാറി. അപ്പോൾ നമുക്ക് കോപ്പി കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല. ഓക്കെ. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം, റീസ്കെയിൽ ചെയ്യാം. ഇതേപോലെ റീസ്കെയിൽ ചെയ്തെടുക്കാം. വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുത് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ അങ്ങനെ കൊടുക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിനെ ഞാനൊന്ന് സേവ് ചെയ്യാണ്. സേവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെസ്ക്ടോപ്പിൽ നമ്മൾ 3D മോഡൽ ബെഡാണ് നമ്മൾ ഇതിൽ മോഡൽ ചെയ്തെടുത്തത്. അവിടെ ഞാൻ വേറൊരു പേരിൽ പില്ലോ എന്ന് പറഞ്ഞ പേരിൽ സേവ് ചെയ്തെടുത്തിട്ടു. ഇനി നമുക്ക് ആ ബെഡിൻ്റെ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ റീസെൻ്റിലുണ്ട്, ഞാനത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് എനിക്കിതിലേക്ക് നമ്മുടെ മെർജിൻ്റെ ഓപ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, എങ്ങനെയാണ് ഒരു ഓപ്ഷൻ ഒരു ഇതിലേക്ക് മെർജ് ചെയ്യാന്നുള്ളത്. അത് ഞാൻ ഒന്നുകൂടി ചെയ്യുകയാണ്. ടോപ്പ് വ്യൂ എടുത്തു, ഷെയ്ഡഡ് ആയിട്ടാണുള്ളത്. F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡിട്ട് പോകും. ടോപ്പ് വ്യൂ എടുത്തിട്ട് ഞാനിവിടെ ഈ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്തു. ഇമ്പോർട്ടിൽ മെർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇൻസേർട്ട് ഒബ്ജക്റ്റ് ഫ്രം എക്സ്റ്റേണൽ 3ds Max ഫയൽ ഇൻ ടു ദ കറണ്ട് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള എക്സ്റ്റേണൽ 3ds Maxൻ്റെ ഫയൽ നമ്മുടെ ഈ സീനിലേക്ക് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ മെർജ് കൊടുക്കുക. മെർജ് കൊടുത്തിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ 3D മോഡൽ ഇവിടെ 2 വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പില്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ വന്നിട്ടുണ്ട്. ഞാനതിനെ ഓപ്പൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റേ ഉള്ളൂ അതിൽ. അപ്പോൾ ആ ബോക്സിനെയാണ് നമ്മൾ ചെയ്തത്. ബോക്സ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് മൂവ് ടൂൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് മെർജായി വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെയാണുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഏത് പ്ലേസിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് വ്യൂ എടുത്തു. ലെഫ്റ്റ് വ്യൂ എടുത്തിട്ട് കൊണ്ടുപോയി വെക്കുകയാണ്. ഓക്കെ, ഇതേപോലെ നീക്കി വെച്ചു. ഇനി എനിക്ക് ചെരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റ് വ്യൂ എടുക്കുക. ലെഫ്റ്റ് വ്യൂ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കുകയാണ് ആദ്യം. ഓക്കെ, എന്നിട്ട് ഇതിനെ റൊട്ടേഷൻ ടൂൾ എടുത്തിട്ട് ഞാൻ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ചു. ഇതേപോലെ വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് ഹൈറ്റൊക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറക്കാം. ഓക്കെ, ഇതേപോലെ കുറച്ച് കുറക്കാം. എന്നിട്ട് ഒന്ന് മൂവ് ചെയ്ത് താഴോട്ട് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ ഒന്ന് വെച്ചു. രണ്ടാമത്തത് ഇതേപോലെ വെച്ചു, കോപ്പി എടുത്തു. ഇനി ഇതിനെ ഞാനൊന്ന് റീസ്കെയിൽ ചെയ്തിട്ട് ചെറുതാക്കുകയാണ്. ഇതേപോലെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനെ ഞാനൊരു കോപ്പി എടുത്തു. നമുക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ ഇനി ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഒന്നുകൂടി വെച്ചു. എന്നിട്ട് ഇതിനെ ഞാൻ മൊത്തത്തിലൊന്ന് ചെറുതാക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ മോഡൽ കൊടുക്കാം. ഓക്കെ, ഇത് രണ്ടും ഡിലീറ്റ് ചെയ്തു. ഈ സംഭവത്തിനെ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഓക്കെ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ ആംഗിൾ സ്നാപ്പ് ടോഗിൾ എടുത്തു. ഞാൻ കറക്റ്റ് 90 ഡിഗ്രിയിൽ വെച്ചു. അതിൻ്റെ ഒരു കോപ്പിയാണ്. ഓക്കെ, ഇതേപോലെ മൂവ് ചെയ്തു. മൂവ് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് ഞാനിതിൻ്റെ ഒന്ന് റീസ്കെയിൽ ചെയ്യാണ്. ഇതേപോലെ ഒന്ന് റീസ്കെയിൽ ചെയ്തെടുത്തു. എന്നിട്ട് നോക്കുക പെർസ്പെക്റ്റീവിൽ ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് 45. ഓക്കെ, ഇതേപോലെ 45 ആക്കിയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതേപോലെ കുറച്ച് താഴ്ന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇതേപോലെ ചെയ്തു. എന്നിട്ട് ലെഫ്റ്റ് വ്യൂവിൽ വന്നിട്ട് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിനോട് അടുപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ വ്യൂ പോർട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് വ്യൂ പോർട്ട് മാറി നമുക്ക് മോഡൽ ചെയ്ത് മൂവ് ചെയ്യും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പേഴ്സ്പെക്റ്റീവിൽ മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാ വ്യൂസും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു അവസരം വരും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ വെച്ചു. ഇതേപോലെ വെച്ചിട്ട് ഞാനൊരു താഴത്ത് ഇതിനെ ഞാൻ ഒന്നുകൂടി ചെറുതാക്കുകയാണ്. ഓക്കെ, ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഒന്നുകൂടി ചെറുതാക്കി ഇതേപോലെ കൊണ്ടുവച്ചു.
ഓക്കെ, ഇനി ഇതിനെ ഒരു കോപ്പി എടുത്ത് ഇവിടെ വെച്ചു. ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് അങ്ങനെ വെച്ചു. ഓക്കെ, ഇനി വേണമെങ്കിൽ ഓക്കെ, പിന്നെ നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ മോഡൽ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ലെവലിലാക്കി നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അടുപ്പിച്ച് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കാം. സ്ട്രൈറ്റ് ആയിട്ട് വെച്ചു. 45 ഡിഗ്രി വെച്ചു. ഓക്കെ, ഫുള്ളായിട്ടൊന്ന് ചെറുതാക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇതേപോലെ നമ്മൾ പില്ലോസ് അറേഞ്ച് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഒന്ന് മാക്സിമം ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യുക, നമ്മൾ റീപ്ലൈ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ വേസസ് ഉണ്ടല്ലോ, ഫ്ലവർ വേസ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അടുത്ത വീഡിയോ വരുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.